ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാറിനെ കുറിച്ച് തന്നെയാണ്. ആധാറുമായി റിലേറ്റഡ് ആയിട്ട് 3 ഷോർട്ട് ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് EID, രണ്ടാമത്തേത് UID, മൂന്നാമത്തേത് VID. എന്താണ് EID, എന്താണ് UID, എന്താണ് VID എന്ന് നമുക്ക് നോക്കാം. EID എന്ന് പറയുന്നത് നമ്മൾ ആധാറിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ആധാറിന് വേണ്ടി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് EID അഥവാ എൻറോൾമെൻറ്റ് ID. നമ്മളതിൽ എൻറോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്നർത്ഥം. അതായത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ഉള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന നമ്പറാണ് EID. EID 14 അക്ക നമ്പറാണ്. അപ്പോൾ EID എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധാർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റിൽ കിട്ടുന്ന നമ്പറാണ് EID നമ്പർ. അതൊരിക്കലും ആധാർ നമ്പർ അല്ല. നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ അപേക്ഷാ നമ്പർ, ഫയൽ നമ്പർ എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് UID പറയുന്ന പേര് EID എന്നാണ്. ഓക്കെ, ആധാർ അതോറിറ്റി പറയുന്ന പേര് EID എന്നാണ്, എൻറോൾമെൻറ്റ് ID, അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു വെച്ചത് UID ആണ്. നമ്മൾ EID കിട്ടി അഥവാ നമ്മൾ അപേക്ഷ നമ്പർ കിട്ടി, അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആധാർ നമ്പർ കിട്ടുന്നത്. ആധാർ നമ്പറിന് പറയുന്ന ഒരു പേരാണ് UID, യുണീക്ക് ID. ആ പേര് പോലെ തന്നെ യുണീക്കാണ് ആധാർ. ആധാർ നമ്പർ റിപ്പീറ്റ് ഒരിക്കലും ചെയ്യില്ല. എൻ്റെ ആധാർ നമ്പർ ഇന്ത്യയിൽ മറ്റൊരാൾക്കും ഉണ്ടാവില്ല എന്നുള്ള, വേറൊരാളെ ആധാർ നമ്പർ എനിക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യുണീക്ക് ID എന്ന് പറയുന്നത്. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് സർക്കാർ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത്. അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിലാണ്. ഓക്കെ, അപ്പോൾ UID 12 അക്കമാണ്. അഥവാ ആധാർ നമ്പർ 12 അക്ക നമ്പറിനാണ് നമ്മൾ ആധാർ നമ്പർ വരുന്നത്. അപ്പോൾ EID 14 നമ്പറാണ്, UID എന്ന് പറയുന്നത് 12 അക്ക നമ്പറാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ഒന്നാണ് VID, വെർച്വൽ ID. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആധാർ കാർഡ് നമ്പറിന് എന്തുണ്ട്, ഒരു വെർച്വൽ ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെർച്വൽ ID അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നിയമപ്രകാരം നമ്മുടെ ആധാർ നമ്പർ നമ്മുടെ എവിടെയും റിവീൽ ചെയ്യാൻ പാടില്ല. അതായത് പരസ്യമായി കാണിക്കാൻ പാടില്ല, വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചാനലാണ് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ആധാർ കാർഡ് നിങ്ങളെ കാണിക്കുക, ഇതാണ് എൻ്റെ ആധാർ കാർഡ് എന്ന് പറഞ്ഞ് ആധാർ കാർഡിൽ ഇത് എത്ര നമ്പർ ഉണ്ട്, ഇതാണ് UID എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും UID പണിഷ്മെൻറ്റ് തരും. കാരണം ആധാർ കാർഡ് നമ്പർ ഒരിക്കലും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ പല സർവീസ് ചെയ്യുന്ന സമയത്ത് ആധാർ നമ്പർ അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ അവിടെ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും, നമുക്ക് വായിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കും. അത് സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. കാരണം അത് നമ്മൾ പബ്ലിക്കായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഞാൻ കൂടുതൽ സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം EID എന്ന് പറയുന്നത് 14 അക്ക നമ്പറാണ്. EID പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, UID കിട്ടുന്നത് അഥവാ ആധാർ നമ്പർ കിട്ടുന്നത്. അത് 12 അക്ക സംഖ്യയാണ്, ഡിജിറ്റാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് വരുന്നത് VID ആണ്, വെർച്വൽ ID ആണ്. വെർച്വൽ ID 16 അക്ക സംഖ്യ ആണ്. വെർച്വൽ ID 16 ഡിജിറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആധാറുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ആധാറുമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോകൾ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, അത് പോയി കണ്ട് നിങ്ങൾ നോക്കുക. സംശയമുള്ള ആളുകൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.